ഹാർമോണിയത്തിലും കീബോർഡിലൊക്കെ വിസ്മയം തീർപ്പിക്കുന്ന ഒരു കലാകാരൻ. ഹാർമോണിയം ഉണ്ടല്ലേ? അപ്പൊ ഒരുവിധം എനിക്ക് കിട്ടി. കിട്ടി. എല്ലാരും മനസ്സിൽ ആലോചിച്ചിട്ടുണ്ടോ? അല്ലേ, ഹാർമോണിയം എന്ന് പറയുമ്പോ എനിക്ക് മനസ്സിലേക്ക് ഓടി വരുന്ന ഒരു രൂപയേ ഉള്ളൂ, മീശയില്ലാത്ത ഒരു രൂപ. ഗോൾഡൻ ഫിഗേഴ്സ് ഇൻ കേസ്. ഒരുപാട് വലിയ വലിയ ആളുകളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാളും കൂടെയാണ്. ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവും. എല്ലാ മ്യൂസിഷ്യൻസിനും പ്രകാശം പരത്തുന്ന ഒരാളല്ലേ? അതന്നെ പ്രകാശ് ഏട്ടൻ, പ്രകാശ് ഉള്ളിയേരി. ഒരുപാട് സ്നേഹത്തോടെ പ്രകാശ് ഏട്ടനെ സൂപ്പർ സ്റ്റാറിന്റെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം പ്രകാശേ. ശരതേട്ടാ. പ്രകാശ് ഏട്ടാ, വെൽക്കം ടു സൂപ്പർ സ്റ്റാർ. താങ്ക് യു സോ മച്ച്. എപ്പോഴാണ് ശരത് സാറിനെയൊക്കെ ആദ്യമായിട്ട് കാണുന്നേ? ഇന്നലെ. ആലോചിക്കട്ടെ. അല്ല, ഹാർമോണിയം എന്ന് പറഞ്ഞപ്പോ തന്നെ പിടികിട്ടിയ ആളല്ലേ? അതിന്റെ മുന്നേ എനിക്ക് വേണുചേട്ടൻ, അപ്പുറത്തിരിക്കുന്ന വേണുചേട്ടൻ, ഞാൻ ശരതേട്ടാ, ഞാൻ ഗാനമേളയ്ക്ക് വായിക്കുന്ന സമയത്ത് ഞാൻ ആദ്യമായിട്ട് ഒരു സെലിബ്രിറ്റി സിംഗറിന് വായിക്കുന്നത് വേണുചേട്ടൻ. അത് പാലക്കാടിലെ ഒരു ഏകദേശം ഒരു 30 വർഷത്തോളമായി അത്. പിന്നീട് ഞാൻ കുറച്ചിങ്ങനെ ഹരിജിയുടെ ഒക്കെ കോൺസേർട്ടിന് പോകുമ്പോ വേണുചേട്ടന്റെ പ്രോഗ്രാമിന് കൽക്കട്ട അവിടെയൊക്കെ പോയത് വൈഫാ ജിതയാണ് ഇപ്പൊ കൊണ്ടുനടക്കുക. അപ്പൊ വല്ലാത്തൊരു ബന്ധമാണ് വേണുചേട്ടനായിട്ട്. വേണുചേട്ടനെ കാണാൻ പറ്റിയാലും വളരെ സന്തോഷമുണ്ട്. അത് ഓർഡർ വെച്ചിട്ട് വരിക. നമ്മളിനി മീൻ പൊരിക്കാൻ ഇട്ടേക്കുന്നോണ്ട് ഇരിക്കുകയാണല്ലോ ഇവിടെ. ഇനി അടുത്ത ഞാൻ ശരത്തേട്ടൻ എന്ന് പറയുന്നത് ഇപ്പൊ കണ്ടുകൊണ്ടേയിരിക്കുന്ന ഒരാളാണ് ഞാൻ സത്യത്തില്. കാരണം കണ്ടിട്ടും പഠിച്ചിട്ടും കൂടിയിട്ടും എല്ലാം തന്നെ എൻ്റെ മ്യൂസിക് എന്ന് പറയുന്നത് ഞാൻ കണ്ടിട്ടും അല്ലെങ്കിൽ കൂടിയ കലാകാരന്മാരിൽ നിന്നുമാണ് ഞാൻ ഇങ്ങനെ ഒരു ഇന്ന് ഇവിടെയും കൂടെ നിൽക്കാൻ അങ്ങനെ ആക്കിയത്. പ്രത്യേകിച്ച് ഒരു ഗുരു എന്നുള്ളതൊന്നല്ല. അപ്പോൾ ശരത്തേട്ടൻ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷണക്കത്ത് ഇറങ്ങിയ സമയത്ത് ചെമ്പൈ കോളേജിൽ പഠിക്കുക ഞാൻ. അപ്പോൾ അവിടെ അന്ന് മൊബൈലോ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ അന്ന് അവിടെയുള്ള ഒട്ടുമിക്ക കുട്ടികളും പാടിക്കൊണ്ടിരിക്കുന്ന ഒരു പാട്ട് മംഗളങ്ങളാ. അപ്പൊ അന്ന് മുതൽ ശരത്തേട്ടൻ അറിയാം, അതിനു മുമ്പും അറിയാം. അപ്പോൾ പിന്നീട് നമ്മൾ എന്താ പറയാ, ലൈക്ക് ഒരു ഗുരുവാണ്. അവിടെ തൊട്ടേ നമുക്ക് പഠിക്കാനും കേൾക്കാനും എല്ലാം തന്നെ. ഇപ്പം ഞാൻ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഇന്ന് ഇവിടെ നിൽക്കാൻ ഉള്ളൊരു കാരണം ഫിലിം സോങ്സ് തന്നെയാണ്. പിന്നെ ഇപ്പം ഞങ്ങള് ചുരുങ്ങിയത് മാസത്തിൽ ഒരു 3 പ്രാവശ്യമെങ്കിലും കാണുന്നുണ്ട്, പ്രോഗ്രാമിന് കൂടുന്നുണ്ട്. വിവിധ തരം പരീക്ഷണങ്ങളാ, ചെണ്ടകളും. അപ്പൊ എനിക്ക് കുറച്ചുകൂടി പണ്ട് ദൂരെ നിന്ന് കണ്ടതും അറിഞ്ഞതും കൂടുതലായിട്ട് ഇപ്പൊ കേൾക്കാൻ, അറിയാനും അറിയിക്കാനും അറിയിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. പിന്നെ ഇപ്പുറത്ത് ഇരിക്കുന്ന ഇപ്പൊ ഒരുപാട് ഹിറ്റ് പാട്ട് ഞങ്ങൾ നേരിട്ട് കണ്ടിട്ടില്ല, സംസാരിച്ചിട്ടില്ല. അതിൽ വിഷമമുണ്ടോ പ്രകാശൻ? ഒരിക്കലും ഇല്ല, കാണാൻ പറ്റില്ല. അപ്പോ അത്രയും പാട്ടുകൾ, ഹിറ്റായിട്ടുള്ള പാട്ടുകളൊക്കെ പാടിയിട്ടുള്ള യുവതലമുറയിലെ ഒരു ഗായികയെ പരിചയപ്പെടാനും അതുപോലെ കാണാനൊക്കെ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. അതിലെല്ലാം ഉപരി നമ്മൾ മ്യൂസീഷ്യൻസ് എപ്പോഴും എന്റെ മ്യൂസീഷ്യൻസ് നമ്മളുടെ ഒരു ശക്തിയാണ് ശരത്തേട്ട, അല്ലേ? ബ്യൂട്ടിഫുൾ മ്യൂസീഷ്യൻസ് എല്ലാവരും തന്നെ ഞങ്ങളുടെ സഹപ്രവർത്തകരാണ്. അപ്പോൾ അതിലും വളരെ സന്തോഷമുണ്ട് അവരെയൊക്കെ കാണാൻ സാധിക്കുന്നതിൽ.